എൻ്റെ ഒരു എക്സ്പീരിയൻസ് വിത്ത് വി കെ പ്രകാശ് ആൻഡ് ഔസേപ്പച്ചൻ ഈ ടീമിൻ്റെ എങ്ങനെ വെച്ചാൽ ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നുള്ള ഫുൾ ഫോക്കസിൽ ഒരിക്കലും അപ്രോച്ച് ചെയ്തിട്ടില്ല അവരുടെ അടുത്ത്. ഐ ഹാവ് നെവർ ഗോൺ ഫോർ എ ചാൻസ് ഓർ ഒരു പാട്ട് വേണം സിനിമയിൽ, അങ്ങനെ ഒരു ഫോമൽ അപ്രോച്ച് ഒരിക്കലും ഉണ്ടായിട്ടില്ല വി കെ പ്രകാശ് ആൻഡ് ഔസേപ്പച്ചൻ ഈ ടീമിനോട്. എന്നുവെച്ചാൽ ഞാൻ പഠിച്ചത് മാസ്റ്റേഴ്സ് ചെയ്തത് മദ്രാസിലാണ്. അപ്പോൾ ഔസേപ്പച്ചൻ സാർ അസിസ്റ്റൻറ്റ് ഗോപി സുന്ദർ സ്റ്റുഡിയോയിലാണ് വർക്ക് നടക്കാറ് ഔസേപ്പച്ചൻ സാർ. അപ്പോൾ ഗോപിക്ക് വേണ്ടി ഒരുപാട് ജിംഗിൾസ് അഡ്വർടൈസ്മെൻറ്റ്സ് പാടിയിട്ടുണ്ട്. അപ്പോൾ ഔസേപ്പച്ചൻ എന്ന മ്യൂസിക് ഡയറക്ടറെ ഐ ഹാവ് ബീൻ വാച്ചിങ് ഹിം ഫ്രം ഒരു 2000 മുതൽ അദ്ദേഹത്തിന് ഔസേപ്പച്ചൻ സാർ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക് കാണും, നടക്കും, പ്രോഗ്രാമിംഗ് സെഷൻസ്, കമ്പോസിങ് സെഷനൊക്കെ കാണും. ആദ്യമായി പാടുന്നത് 2004 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഔസേപ്പച്ചൻ സാറിന് വേണ്ടി പാടുന്നത്. ബട്ട് ടിൽ ദെൻ ഒരു കണ്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുടെ വർക്ക് ഒബ്സർവ് ചെയ്യുക, അങ്ങനെയുള്ളൊരു പാറ്റേൺ ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് ഐ ഡിഡ് എ ട്രാക്ക് ഫോർ ഹിം, അത് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷമാണ് ഈ പോലീസ് നടക്കുന്നത്. ഇതിൽ 2 ഗ്രേറ്റ് തിങ്സ് വിച്ച് വി മൈസെൽഫ് ആൻഡ് ബാലു ഞങ്ങൾ പറയാറുള്ളത്, ബിക്കോസ് ഞങ്ങളുടെ രണ്ടുപേരെയും ഫസ്റ്റ് മേജർ വർക്ക് എന്ന് വേണമെങ്കിൽ ഈ പാട്ടിനെ പറയാം. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ ഫസ്റ്റ് വർക്ക്. വി കെ പ്രകാശ് എന്നൊരു ഡയറക്ടർ അദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ബിക്കോസ് 2 വെരി ക്രൂഷ്യൽ സോങ്സ് അറ്റ് വെരി പ്രൈം മൊമെൻറ്റ്സ് ഓഫ് ദ മൂവി. അതിൽ പൃഥ്വിരാജിൻ്റെ പാട്ടൊന്നും, ഒന്ന് ഇന്ദ്രജിത്തിന് വേണ്ടി ഞാൻ പാടിയ പാട്ട്, അങ്ങനെയാണ്. അതും എൻ്റെ പാട്ടിൻ്റെ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ വളരെ, ഞാൻ സത്യമായിട്ടും കാണുമ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയൊരു സമയമാണ്. ഇൻ്റർവെൽ കഴിഞ്ഞ് വെൻ യു എൻ്റർ ദ തിയേറ്റർ യു ലിസൺ ടു എ പാത്തോസ് സോങ്. അത് അത്രയും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഈ പാട്ട് പ്ലേസ് ചെയ്യുന്നുള്ള, ബിക്കോസ് ഹിസ് സിൻസിയർ അഫെക്ഷൻ ടുവേർഡ്സ് മ്യൂസിക്, അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനും ബാലു ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഔസേപ്പച്ചൻ സാറുടെ ഈ ഒരു ടീമിൻ്റെ ഗ്രേറ്റ്നെസ് ഇസ് ദാറ്റ്, സത്യം പറഞ്ഞാൽ ഔസേപ്പച്ചൻ സാർ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ടേക്കിന് സാറ് വേണമെന്ന് നിർബന്ധമില്ല, വി കെ പി സാർ മാത്രം ഉണ്ടായാലും മതി. ഓക്കെയാണ്. ബിക്കോസ് അതിലും ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ഇസ് ദാറ്റ് ഇവർക്ക് ആ ഒരു ഈഗോ ഒരിക്കലും വെക്കാവില്ല. ഇതിപ്പോൾ വി കെ പി അവിടെ അത് പറഞ്ഞു, അതങ്ങനെയല്ല, ഞാൻ പറഞ്ഞതല്ലേ കുറച്ചുകൂടി നല്ലത്. ആൻഡ് ഈവൻ വി ഹാവ് സീൻ വി കെ പി വന്നിട്ട് ഈ BGM ഫ്ലൂട്ട് മതി, അല്ലെങ്കിൽ അടുത്തത് ഗിറ്റാർ മതി, അങ്ങനെ അത്രത്തോളം വർക്ക് റാപ്പോ ഉള്ളൊരു വ്യക്തികളാണ് അവർ. പിന്നെ ആൻഡ് വൺ വെരി സ്പെഷ്യൽ തിങ്, എനിക്ക് എന്നും കടപ്പാടെന്ന് വാക്കിൽ ഒതുക്കുന്നില്ല, ബിക്കോസ് ഞാൻ പാടിയ പാട്ടിൻ്റെ വേറൊരു വേർഷൻ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. സോ at any point of time he could have used ചിത്ര ചേച്ചി പാടി, ബിക്കോസ് സീലബിലിറ്റി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് കുറച്ചുകൂടി സേഫാണ് ചേച്ചി പാടിയത് യൂസ് ചെയ്യുമ്പോൾ. ബട്ട് ഹി ഹാഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് യുനോ എൻ്റെ പാട്ട് ഉപയോഗിക്കാനുള്ള ഒരു മഹാമനസ്കത ഉണ്ടായിരുന്നു. ഈ ജീവിതത്തിൽ എത്ര പാട്ടുകൾ പാടുന്നു, 3000-4000 പാട്ടുകൾ പാടുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു പിന്നണി ഗായകനായിട്ട് എസ്റ്റാബ്ലിഷ് ആവുക എന്നതിനേക്കാൾ ഉപരി ദർ ആർ സം മൊമെൻറ്റ്സ് വിച്ച് യു ചെറിഷ് ഇൻ യുവർ ലൈഫ്. എന്നും സന്തോഷത്തോടുകൂടി ഓർത്ത് വയ്ക്കാവുന്ന ചില വെരി ഹാപ്പി മൊമെൻറ്റ്സ്. ഒബ്വിയസ്ലി ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെൻറ്റ്സ് ഇൻ മൈ ലൈഫ്. ബിക്കോസ് ഈ പാട്ടിൻ്റെ കമ്പോസിങ് നടക്കുന്നത് തന്നെ ഔസേപ്പച്ചൻ സാർ ഉണ്ടാവും, വി കെ പി സാർ വസർ. അന്ന് പൃഥ്വിരാജിന് അവിടെ കനാകണ്ടേൻ എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ട് ചെയ്യുന്ന സമയമായിരുന്നു. സോ കെ വി ആനന്ദിൻ്റെ വർക്ക് വിൽ ഫിനിഷ് ബൈ 5 o'clock. പൃഥ്വിരാജും വരും. ഒരു 3 ദിവസത്തിലാണ് ഈ പാട്ട് ചെയ്തത്. ഇപ്പോൾ പൃഥ്വിരാജ് ഇപ്പോൾ ഒരു ലൈൻ പാടിക്കഴിഞ്ഞാൽ ഈ ലൈൻ കൊള്ളാം, പൃഥ്വിരാജ് പറഞ്ഞാൽ ദേ ആർ ഓൾസോ ഹാപ്പി. അപ്പോൾ അത്രയും സന്തോഷപൂർവ്വം ചെയ്ത ഒരു പാട്ടായിരുന്നു അത്. അങ്ങനെ ഒരു നല്ല മൊമെൻ്റ് ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി സിസ്റ്റർ ബ്രദറിനെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്ന പാട്ടാണ്. ഈ പാട്ട് വൺ ഓഫ് വെരി അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ് ഇൻ മൈ ലൈഫ്. ഈ പാട്ട് നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നത് അത്ര വേണ്ടത്ര റീച്ച് ഒരു ഗായകൻ എന്ന രീതിയിൽ അത്ര പോപ്പുലറായോ ഹിറ്റായോ എന്നൊരു ആശങ്ക ഒരു മനസ്സിലുണ്ടായിരുന്നു. ഈ പാട്ട് കേട്ടിട്ട് US ഒരു അച്ഛനമ്മയും അവരുടെ മകൾ ഷീ പാസ്ഡ് അവേ ഇൻ ആൻ ആക്സിഡൻറ്റ്. അവർ നാട്ടിൽ വന്നപ്പോൾ മനോരമ മ്യൂസിക്കാണ് ഇതിൻ്റെ CD പുറത്തിറങ്ങിയത്. മനോരമയിൽ വിളിച്ചിട്ട് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ദേ കോൾ മീ. വെരി വെരി ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നമുക്ക് ജീവിതത്തിൽ എന്നും കരുതി വയ്ക്കാവുന്ന ചില നിമിഷങ്ങളാണ്. അവിടെ ഈ കലാകാരന്മാരെ നമുക്ക് അങ്ങനത്തെ കുറേ സന്തോഷങ്ങളുണ്ടാവും, അങ്ങനത്തെ ഒരുപാട് സന്തോഷങ്ങൾ നമുക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു കാര്യം കൂടെ ഇപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ പോലീസിൻ്റെ ഒരു നിർമ്മാണത്തിൽ പറയേണ്ടത് എന്താ വെച്ചാൽ, ലൈക്ക് ഞങ്ങൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തത് പൃഥ്വിരാജിൻ്റെ അതൊരു പാഷൻ ഓഫ് സിനിമയാണ് കേട്ടോ. ലൈക്ക് ഒരു സിനിമയോടുള്ള ഒരു പാഷൻ, അല്ലെങ്കിൽ അത് ഒരു അൺകൺവെൻഷനലായിട്ട് ചിന്തിക്കുക എന്നുള്ള ഒരു പാറ്റേൺ. കാരണം ദ ഫസ്റ്റ് ഇറ്റ് സെൽഫ് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് വെച്ചാൽ ലെറ്റ് us ഡു എ ഫിലിം വാട്ട് വി വാണ്ട് ടു ഡു അല്ലേ. അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത്
പുള്ളി he was also involved in everything, like nothing, അവിടെ ഒന്നും ഞങ്ങളുടെ ഒന്നും ഈഗോ ഒന്നും പരസ്പരം ഒന്നും വർക്കൗട്ട് ആയിരുന്നു, അവിടെ ഒരു ക്രിയേഷൻ മാത്രമായിരുന്നു. he was also coming, he was also having fun with Ausapachan also was having fun with him, he is making Indrajit singing, he is making like there is nothing. അപ്പോൾ ഈ like I appreciate as an actor എന്ന് പറയുന്നത് അത് ആ ഒരു പോലീസിനൊരു ഉദ്യമം ഞാൻ പറഞ്ഞു പ്രതി this is my advance for you. So he said, VKP, if you give me this advance, I will never do this film. I am doing this film for my passion. We are all doing it fun. Let's forget about it because this is the film. We don't know the film will become a hit or what, but we will do what we നമുക്ക് എന്താണോ താല്പര്യമുള്ളത് നമുക്ക് ആ സിനിമ ചെയ്യാം. അപ്പോൾ എനിക്ക് ഞാൻ പറയും ഒരു അതിന് ശേഷമോ അതിന് മുമ്പോ മണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഗാലിറ്റി ഇഷ്യൂസ് നത്തിങ് ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം അത് വെറും അവിടെ ഉണ്ടായിരുന്നത് വെറും പാഷനായിരുന്നു. സി നമ്മളത് അവസാന നിമിഷം നമ്മൾ ഡിസൈഡ് ചെയ്തത് ലൈക്ക് ഇഫ് യു വോണ്ട് ടു ഡു, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മ്യൂസിക് നമുക്ക് വി വോണ്ട് ടു ക്രിയേറ്റ് വാട്ട് വി ലൈക്ക്. സോ അങ്ങനെ ഒരു മൊമെൻറ്റിൽ ഞങ്ങൾ എല്ലാവരും ഞാൻ എല്ലാം കൺസൾട്ട് ചെയ്യും ഔസഫിൻ്റെ അടുത്ത്, ലൈക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണ്, ബിക്കോസ് ഹി ഈസ് ദെയർ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ എ ലോങ് ടൈം. അപ്പോൾ പുള്ളി പറയും ഇന്നത് ചെയ്തോ ഇന്നത് ചെയ്യണ്ട. സോ ഐ ടേക്ക് ഹിസ് ഗൈഡൻസ് ഓൺ ഓൾ ദാറ്റ്, ഈവൻ പ്രൊഡ്യൂസിങ് ടൈം. അപ്പോൾ പുള്ളിയും പറഞ്ഞതാണ് ദിസ് ഈസ് പാഷൻ, വി ഡോണ്ട് നോ വെദർ ഫിലിം വിൽ ബി എ ഹിറ്റ്, ലെറ്റ് us do, you don't worry about my money also, expenses only. ഞങ്ങൾ ഒരുമാതിരി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ പടത്തിനും ഔസഫച്ചൻ അങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നു. ലൈക്ക് ഇറ്റ് ഇസ് ജസ്റ്റ് എ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് മ്യൂച്വൽ എൻജോയ്മെൻറ്റ് ഓഫ് എന്താ പറയുക ഒരു അനുഭവം ഷെയർ ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ we don't bother about anything. So but he pays me back now. free ki chakra. Yeah. Hindi the English or Yeah, Hindi English. film. അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തു. നമ്മൾ അങ്ങനെ ഒരു മണി മോട്ടീവ് അല്ല, ആ പടം അങ്ങനത്തെ ഒരു പടമാണ്, അത് അങ്ങനെ ഒരു കമേഴ്ഷ്യലൈസ്ഡ് മാർക്കറ്റിലേക്ക് വരേണ്ട ഒരു പടമൊന്നുമല്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് പ്രകാശിന് കുറച്ച് കാശ് കിട്ടി ആ പടത്തിൽ നിന്ന്. it is a successful film. It is a successful, like for example whatever I invested, commercially I got successful ആണ്. Then he paid me good money. അതും പറയണമല്ലോ അല്ലേ? പിന്നെ അത് പറയണം. പിന്നെ we do commercials, അത് മാനേജ് ചെയ്യും. ഒരു പീരീഡിൽ എനിക്ക് വളരെ വർക്ക് കുറവായിരുന്നു, പടങ്ങളൊക്കെ വളരെ കുറവായിരുന്ന സമയത്ത് അത് അറിഞ്ഞിട്ടൊന്നുമല്ല പ്രകാശ് എന്നെ വിളിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനത് അറിഞ്ഞുകൊണ്ടിരുന്നിരുന്നു, എനിക്ക് വർക്കില്ല, പ്രകാശ് ഒരുപാട് വർക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്ഡ് മീ ലോട്ട്. അനൂപ് എഴുതും എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാ മേഖലകളിലും എഴുത്തുകാരാണ് കുറഞ്ഞു വരുന്നത് അല്ലേ? സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും ലിറിക്സ് എഴുതുന്ന ആളുകൾ വളരെ കുറവുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്തായാലും അത് വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു ടാലൻ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ടെസ്റ്റ് കൊടുക്കാം. നമ്മൾ നേരത്തെ അവസരപ്പിച്ചിന് ഇട്ട ട്യൂണില്ലേ, എനിക്കൊരു ടെസ്റ്റ് തന്നു. അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് കുറേ വീരവാദങ്ങളൊക്കെ മുഴക്കുന്നുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല, അത് സിദ്ദിഖ് വളരെ തന്ത്രപൂർവ്വം ഇവർ രണ്ടുപേരും കുറെ നേരം ഇവിടെ വിടായി അടിക്കുന്നു. ഇത് സത്യമാണോ എന്നൊന്നും അറിയാം, എപ്പോ പണി കൊടുക്കാം എന്ന് പറഞ്ഞു. No, it was a nice thing because നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അതിനൊരു മനോഹാരിത വരുന്നത്, അതിനൊരു ഭംഗി വരുന്നത്. അത് മാത്രമല്ല നമ്മൾ സത്യമല്ലേ പറയുന്നു, അപ്പൊ അത് എന്താണെന്ന് പെട്ടെന്ന് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ജോബ്. പക്ഷെ അത് നമ്മളാ പറഞ്ഞത് നല്ലതുപോലെ വന്നു, നല്ലൊരു ട്യൂണായിട്ട്. നമുക്ക് ആ ട്യൂൺ തന്നെ അനൂപിന് കൊടുക്കാം. ആ ട്യൂണിന് അനൂപ് കുറച്ച് ലിറിക്സ് എഴുതട്ടെ. ആ ട്യൂൺ കേട്ട് അനൂപ് അതിന്റെ ലൈൻസ് എഴുതിയതിന് ശേഷം നമുക്ക് ഉടനെ കേൾക്കാം.